പ്രഗ്നൻസി ടെസ്റ്റോ? ഡോക്ടർ പറഞ്ഞതല്ലേ, അതും കൂടി നോക്കിയേക്കാന്ന് വിചാരിച്ചു. മീരാമേ, ഞാൻ പിന്നെ വിളിക്കാട്ടോ. ശരി. ഹലോ പപ്പുസേ. മീരാമ ഹോസ്പിറ്റലില് പ്രഗ്നൻസി ടെസ്റ്റ് നടത്താൻ പോകുന്നൊക്കെ പറയുന്നു. മോളോട് ഇതാരാ പറഞ്ഞേ? മീരാമ്മ. വരാൻ ലേറ്റ് ആയപ്പോ ഞാൻ അങ്ങോട്ട് വിളിച്ചു. അപ്പോഴാ പറയുന്നത് ഹോസ്പിറ്റലിൽ നിൽക്കുകയാണെന്ന്. വെറുതെ ഡോക്ടർ പ്രഗ്നൻസി ടെസ്റ്റ് നടത്തണമെന്ന് പറയോ പപ്പുസേ? തലച്ചുറ്റൽ വന്നോണ്ടല്ലേ ആശുപത്രിയിൽ പോയത്, അതുകൊണ്ടായിരിക്കും. എന്തായാലും അത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നു. അങ്ങനെ വല്ലതും ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും പപ്പുസേ? എനിക്ക് വയ്യ. ഡോക്ടറുടെ വെറും സംശയം മാത്രമല്ലേ മോളൂ? സംശയം മാത്രമായിരിക്കണം ഈശ്വര, അത് സത്യാവല്ലേ? കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യൂ. പ്രഗ്നൻസി ടെസ്റ്റ് നടത്തണം. എന്താ കാര്യമായിട്ടൊരു ആലോചന? ടെസ്റ്റ് നടത്താൻ ഡോക്ടർ പറഞ്ഞില്ലേ. എനിക്ക് വിശേഷം ഉണ്ടെങ്കിലോ? പ്രസവിക്കും, അല്ലാന്താ? വീട്ടിലെ കാര്യം എങ്ങനെ പ്രസന്റ് ചെയ്യുന്നതാണോ? മുൻകൂട്ടി സഭയിൽ പ്രമേയം അവതരിപ്പിച്ച് അനുവാദം വാങ്ങിക്കണോ മീര? നമ്മൾ ആലോചിച്ചതും സംസാരിച്ചതാണ് ഈ വിഷയം. പിന്നെന്താ ഒരു കൺഫ്യൂഷൻ? അതുകൊണ്ടല്ല. സിസ്റ്റർ, മീരയുടെ ലാബ് റിസൾട്ട് ആണ്. അതെ, സന്തോഷിക്കാൻ വകയുണ്ട്. ഡോക്ടർ പറയും. ഡോക്ടർ വിളിക്കുന്നു. നീള ലീവ് എടുത്തോ? അതോ ഇപ്പോഴും ഓഫീസിൽ പോകുന്നുണ്ടോ? തുടർച്ചയായിട്ട് അവധി കിട്ടിയില്ല. ഇടയ്ക്ക് ജോലിക്ക് പോകുന്നുണ്ട്. വീട്ടിൽ സെർവന്റ് ഉണ്ടോ? ഇല്ല, എനിക്ക് ചെയ്യാനുള്ള ജോലിയേ ഉള്ളൂ വീട്ടില്. പിന്നെ മോളും സഹായിക്കും. കുറച്ചു നാളത്തേക്ക് അധികം സ്ട്രെയിൻ ആവശ്യമുള്ള ജോലികൾ ഒന്ന് ഒഴിവാക്കണം. അതുപോലെ ഉറക്കത്തിന്റെ കാര്യത്തിലും ശ്രദ്ധ വേണം. ഒരു ദിവസം 8 മണിക്കൂർ ഉറപ്പായും ഉറങ്ങിയിരിക്കണം. എന്ന് കരുതി ജോലിയൊന്നും ചെയ്യരുതെന്നല്ല ഞാൻ പറഞ്ഞത്. ഓവർ സ്ട്രെയിൻ വേണ്ട. റിസൾട്ട് വന്നിട്ട് മീരക്കെന്താ പ്രശ്നം? അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ആ സിസ്റ്റർ പറഞ്ഞായിരുന്നു സന്തോഷിക്കാൻ വകയുണ്ടെന്ന്. ഇവിടെ വന്നപ്പോ BP കുറച്ച് പ്രശ്നമായിരുന്നു. BP എങ്ങാനും ഷൂട്ടൌട്ട് ചെയ്താൽ അപകടമാണ്. പക്ഷെ ഇപ്പൊ നോർമലാണ്. ഇനി പേടിക്കാനൊന്നുമില്ല. അതാ സിസ്റ്റർ പറഞ്ഞത് സന്തോഷിക്കാൻ വകയുണ്ടെന്ന്. പ്രഗ്നൻസി ടെസ്റ്റ് നടത്തിയിട്ട് അതിന്റെ റിസൾട്ട്? തലചുറ്റൽ തോന്നിയല്ലോ, അതുകൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്തേ ഉള്ളൂ. അപ്പൊ റിസൾട്ട്? പ്രഗ്നന്റ് അല്ല. രണ്ടു മൂന്ന് മരുന്ന് കുറിക്കാം. 5 ദിവസം കഴിക്കണം. നീരാമ പിന്നെ വിളിച്ചില്ലല്ലോ. നിളയായിരിക്കും. ആ, ഞാൻ പറഞ്ഞില്ലേ അവള് തന്നെ. ആ മോളെ,
എന്തായി അമ്മേ? ഡോക്ടർ അടുത്തുനിന്ന് ഇറങ്ങിയില്ലേ? ദാ ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. റിസൾട്ട് വന്നിട്ട് എന്തു പറഞ്ഞു ഡോക്ടർ? ബിപിയുടെ പ്രശ്നമോ? നേരെ കുഴപ്പമൊന്നുമില്ല. പ്രഗ്നൻസി ടെസ്റ്റ് നടത്തിയിട്ടോ? അതിന്റെ കാര്യം എന്തായി? അതൊന്നുമല്ല. ഉറപ്പ് പറഞ്ഞോ ഡോക്ടർ? ഉറപ്പ് പറഞ്ഞു ഡോക്ടർ. വിശേഷമൊന്നും ഇല്ല എനിക്ക്. ശരി, ഞാൻ അങ്ങോട്ട് വരാം. ആ ശരി അമ്മേ. പ്രഗ്നൻസി ടെസ്റ്റിന്റെ റിസൾട്ട് എന്തായി എന്നാണോ നിങ്ങൾ ചോദിച്ചത്? അവൾക്ക് വല്ലാത്തൊരു ആകാംക്ഷ. ആകാംക്ഷയാണോ ടെൻഷനാണോ? അതെന്താ അങ്ങനെ ചോദിച്ച? മീരയ്ക്ക് മറ്റൊന്നും തോന്നരുത്. നമുക്കൊരു കുട്ടി ഉണ്ടാവുന്നതിൽ വീട്ടിൽ ആർക്കും താല്പര്യമില്ലേ? അങ്ങനെ ആരും പറഞ്ഞില്ലല്ലോ. മീരയ്ക്ക് ആഗ്രഹമുണ്ടോ? അത് പറ. എന്ത് ചോദ്യായത്? നമ്മൾ ഈ വിഷയം നേരത്തെ സംസാരിച്ചല്ലോ. നിലയുടെ പ്രസവം കഴിഞ്ഞിട്ട് ആലോചിക്കാന്നും പറഞ്ഞല്ലോ. പിന്നെന്താ? ഒന്നുമില്ല. എന്താണെന്ന് പറയൂ. ഒന്നുമില്ലെന്നേ. ഫാർമസി പോണ്ടേ? വാ. നാട്ടിൽ പോയിട്ട് ഇപ്പോഴാണോ വരുന്നത്? അതെ, എന്തായിരുന്നു വിശേഷം? ഒരു കല്യാണം. 6Bയിലെ നിള അന്വേഷിച്ചിരുന്നു. എന്നെയോ? അതെ, 2-3 തവണ എന്നോടൊന്ന് ചോദിച്ചു. എന്നാ പോയത്, എപ്പോഴാ വരുന്നത് എന്നൊക്കെ ചോദിച്ചു. എന്തോ കാര്യമായ വിഷയമുണ്ടെന്ന് തോന്നുന്നു. എന്താ പുള്ളിക്കാരിയുമായിട്ട് പ്രശ്നം? ഏയ്, പ്രശ്നമൊന്നുമില്ല. ആളല്പം ഗൗരവത്തിലാണെന്ന് എനിക്ക് തോന്നി. ആ, എന്നാ പിന്നെ ആയിക്കോട്ടെ. ശരി. ആ ശരി. ഞാൻ ചോക്ലേറ്റ് കൊടുത്തതിനെ പറ്റി വല്ല സംശയം തോന്നിയോ നിളയ്ക്ക്? ഈശ്വരാ. നിള ഇനി എന്നെ കാണാൻ വരൂ? രാഗിണി, ഞാനന്ന് നാട്ടിൽ പോയിരുന്നു. ആ, നില വാ, കയറിയിരിക്കാം. സാരമില്ല, ഞാൻ ഉടനെ പോവാ. പിന്നെ എന്തൊക്കെയുണ്ട് ഫ്ലാറ്റിലെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? സുഖായിരിക്കുന്നു. പക്ഷേ എനിക്ക് കുറച്ചു ദിവസം മുമ്പ് ഒരു അസുഖം വന്നു. ഒരു വയറുവേദന. ആശുപത്രിയിൽ പോവേണ്ടി വന്നു. എന്താണെന്ന് രാഗിണി ഓർക്കുന്നുണ്ടോ? ഇല്ല ഇല്ല, ഓർക്കുന്നില്ല. എനിക്ക് പക്ഷെ ആ ദിവസേ മറക്കാൻ കഴിയില്ല. എന്തായിരുന്നു ആ ചോക്ലേറ്റിന്റെ രഹസ്യം? എനിക്ക് രാഗിണി സമ്മാനമായി തന്ന ആ ചോക്ലേറ്റിന്റെ രഹസ്യം എന്തായിരുന്നു? അത് കഴിച്ചതിന് ശേഷം എനിക്ക് വയറുവേദന വന്നത്. എനിക്കൊന്നും അറിയില്ല. കടയിൽ നിന്ന് വാങ്ങിയ ചോക്ലേറ്റ് ഞാൻ അതുപോലെ തന്നെ നിളയ്ക്ക് തരുമായിരുന്നു. തുറന്നു നോക്കിയതുപോലുമില്ല. ആണോ? ആ അതെ. ഏത് കടയിൽ നിന്നായിരുന്നു? കട അത് പിന്നെ ആ ഷോപ്പിംഗ് മാളിൽ നിന്നായിരുന്നു. അതിലെ നീല പേപ്പറിൽ പൊതിഞ്ഞൊരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അത് എനിക്ക് തന്നെ തരണമെന്നും എന്നെ കൊണ്ട് കഴിപ്പിക്കണമെന്നൊക്കെ ആ കടക്കാരൻ പറഞ്ഞു. നീള എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? എന്തു പറ്റി? എന്റെ ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല. ആ മിഠായി കഴിച്ചത് പിന്നെ എനിക്ക് വയറുവേദന വന്നത്. സത്യം പറ, എന്തായിരുന്നു ആ സ്പെഷ്യൽ ചോക്ലേറ്റിന്റെ രഹസ്യം? രഹസ്യോ? എനിക്കൊന്നും അറിയില്ല. എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള എന്ത് മരുന്നായിരുന്നു നീ അതിൽ ചേർത്തത്? ചോക്ലേറ്റിലെ മരുന്നായിരുന്നോ? ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ലല്ലോ. ഞാനുമായിട്ട് പ്രശ്നമുള്ള ആർക്കെങ്കിലും വേണ്ടി രാഗിണി അത് ചെയ്തതാണെങ്കിലോ? ഒരു കൊട്ടേഷൻ പോലെ. എന്തൊക്കെയാ ഈ പറയുന്നേ? മനസ്സാ വാച അറിയാത്ത കാര്യങ്ങളാ.
ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളായതുകൊണ്ട് എന്തു ആവാന്നാണോ? എന്തൊക്കെ അപവാദങ്ങൾ കേൾക്കണം എന്റെ ദൈവമേ. ഒരു സമ്മാനം തന്നതിന്റെ പേരില് ഇങ്ങനെയൊക്കെ ശിക്ഷിക്കുന്ന എന്തിനാ? എന്തൊക്കെ കേൾക്കണം ഞാൻ? നീലക്ക് എന്നെ ഇങ്ങനെ സംശയിക്കാൻ തോന്നിയല്ലോ. നീല കവറുള്ള ഒരു ചോക്ലേറ്റ് കണ്ടപ്പോ വെറുതെ പറഞ്ഞുപോയി അത് സ്പെഷ്യൽ ആണെന്ന്. അതെങ്ങനെയൊക്കെ ആയി തീരുമെന്ന് ആരറിഞ്ഞു? എനിക്ക് വയ്യ. ആ ശരി, മതി കരഞ്ഞത്. എനിക്കൊരു സംശയം തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. അടിസ്ഥാനമില്ലാത്ത സംശയ. ശരി, നിളയുടെ സംശയം മാറിയല്ലോ അല്ലേ? ഉം. യാത്ര കഴിഞ്ഞ് വന്നല്ലേ ഉള്ളൂ, കേറിക്കോളൂ. അമ്മ ബൈക്കിന്റെ പുറകിൽ നിന്നെങ്ങാനും വീണോന്നായിരുന്നു എന്റെ പേടി മുഴുവനും. എനിക്ക് അങ്ങനെ ഒരു പണി കിട്ടിയതാണല്ലോ. വീഴേണ്ടതായിരുന്നു. തലയ്ക്കൊരു പെരുപ്പ് പോലെ തോന്നി. ഞാൻ സാറിനോട് പറഞ്ഞു വണ്ടി നിർത്താൻ. അതേതായാലും നന്നായി. വീണ് തലയെങ്ങാനും പൊട്ടിയിരുന്നെങ്കിൽ ആകെ പ്രശ്നമായേനെ. ദാ, ചായ കുടി. ഞങ്ങൾ ആശുപത്രിയിലാണെന്ന് ഞാൻ പറഞ്ഞപ്പോ നീയൊന്ന് പേടിച്ചല്ലേ? ആ, കാര്യം എന്താന്ന് അറിയുന്നില്ലല്ലോ. ആക്സിഡന്റ് ആണെന്നല്ലേ നമ്മൾ പെട്ടെന്ന് വിചാരിക്കൂ. അരവിന്ദ് സാറിന്റെ കൂടെ പോകുമ്പോ ആ ഒരു കാര്യത്തിൽ പേടി വേണ്ട. വളരെ ശ്രദ്ധിച്ച് മാത്രമേ വണ്ടി ഓടിക്കൂ. ബൈക്കാവുമ്പോ പ്രത്യേകിച്ചും. പക്ഷെ നിഖിലിന്റെ കൂടെയാണെങ്കിൽ എനിക്ക് അത്രയും ധൈര്യമില്ല കേട്ടോ. ചിലപ്പോ അവന്റെ സ്വഭാവം മാറും. ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും നമ്മളൊന്ന് ചോദിച്ചാ മതി. പിന്നെ സ്പീഡ് കൂട്ടിയൊരു പാച്ചില. ആ, ഞാൻ പലതവണ അതിന് അവന്റെ കൂടെ വഴക്കിട്ടിട്ടുണ്ട്. നമ്മുടെ മൂടെ വണ്ടിക്കും റോഡിനും എതിരെ വരുന്ന വണ്ടിക്കും ഒന്നും അറിയില്ലല്ലോ. ഇപ്പൊ പിന്നെ ഡ്രൈവിംഗിന്റെ കാര്യത്തില് നിഖിലിന് നല്ല ശ്രദ്ധയുണ്ട്. ഞാൻ പ്രഗ്നന്റ് ആയ പിന്നെ വളരെ സൂക്ഷിച്ചേ വണ്ടി ഓടിക്കും. ആ, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. നീ ആദ്യം ഫോൺ ചെയ്തില്ലേ ആശുപത്രിയിലായിരുന്നപ്പോ? ആ, ഡോക്ടർ പ്രഗ്നൻസി ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞില്ലേ? ആ വിവരം കേട്ടപ്പോ മോൾക്ക് എന്തോ ടെൻഷൻ ആയതുപോലെ എനിക്ക് തോന്നി. അതെന്താ, ഞങ്ങൾക്ക് കുട്ടിയുണ്ടാവുന്നത് നിലയ്ക്ക് ഇഷ്ടമല്ലെന്നുണ്ടോ? ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ അമ്മേ. പറഞ്ഞില്ല, അതുകൊണ്ടാ നേരിട്ട് ചോദിച്ചത്. നിലയ്ക്ക് വിഷമമുണ്ടോ? അങ്ങനൊന്നും ഇല്ലമ്മേ. നീ എന്നിൽ നിന്ന് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? ഞാൻ മീരാമ്മേന്ന് എന്തൊളിച്ചു വെക്കാനാ? അത് നിനക്കല്ലേ അറിയൂ. എന്നോട് പറയാൻ ബുദ്ധിമുട്ടുള്ള എന്തോ ഒരു രഹസ്യം നിങ്ങളെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് പോലെ എനിക്കൊരു സംശയം. അതോ എന്റെ വെറൊരു സംശയം മാത്രമാണോ അത്? ആ, അതെ, അല്ലാതൊന്നുമില്ല. നീള വന്ന് ബെല്ലടിച്ചപ്പോ നീ എന്തിനാ വാതില് തുറന്നു കൊടുക്കാൻ പോയത്? കുറച്ചു നേരം കോളിംഗ് ബെല്ല് ഞെക്കിയിട്ട് അവൾ അങ്ങ് പോവുമായിരുന്നല്ലോ. ഞാൻ വാതില് തുറന്നില്ല. അതിനു മുന്നേ നീള എന്നെ പിടികൂടി. അന്നേരം പറയണമായിരുന്നു. ഇപ്പൊ സംസാരിക്കാൻ സമയമില്ല,
നാട്ടിൽ പോയിട്ട് വന്നതേ ഉള്ളൂന്ന്. അത്രയും പറയാനുള്ള ടൈം കിട്ടണ്ടേ വിമലേ? നീ താഴെ വന്നപ്പോഴേ ബക്കച്ചൻ പറഞ്ഞില്ലയോ നിള നിന്നെ അന്വേഷിച്ച കാര്യം? അപ്പൊ എന്നെ ഒന്ന് വിളിക്കണ്ടേ? എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരുമായിരുന്നല്ലോ. ബാഗ് വെച്ചിട്ട് നിന്നെ വന്ന് കാണാനിരിക്കുമായിരുന്നു ഞാൻ. അതിനു മുമ്പ് നിള വന്നില്ലേ? ആ, അതിനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അന്നത്തെ ചോക്ലേറ്റിന്റെ കാര്യം അവൾക്ക് എന്താ അറിയേണ്ടത്? സംശയമാണ് നിളയ്ക്ക്. ആ ചോക്ലേറ്റിൽ ഞാൻ എന്തോ കൃത്രിമം കാണിച്ചിരുന്നോ എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചു. അത് കഴിച്ചതുകൊണ്ടാണ് വയറുവേദന വന്നതത്രേ. എന്നിട്ട് നീ എന്ത് മറുപടി പറഞ്ഞു? സത്യത്തിൽ ഞാൻ പതറിപ്പോയി. അത് വെറും ഒരു മിഠായി അല്ലായിരുന്നല്ലോ. വെറും മിഠായി അല്ലാതെ പിന്നെ മണി കെട്ടിയ ചോക്ലേറ്റ് ആയിരുന്നോ? സാധാ ചോക്ലേറ്റ് ആയിരുന്നു അത്. അങ്ങനെ പറയാൻ പാടുള്ളൂ. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. എന്റെ കാര്യം നിള വല്ലതും ചോദിച്ചോ? ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചില്ല. പക്ഷെ മറ്റാർക്കോ വേണ്ടി ഞാൻ നിളയെ അപകടപ്പെടുത്താൻ ശ്രമിച്ചതാണോ എന്നൊരു ചോദ്യം വന്നു. എന്നിട്ട് അല്ലെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ പിടിച്ചു നിന്നെങ്കിലും ഇനി ഒരു തവണ കൂടി നിള ചോദിച്ചാൽ എനിക്ക് കള്ളം പറഞ്ഞു നിൽക്കാൻ പറ്റുന്നു തോന്നുന്നില്ല. അത്തരത്തിലാണ് നിളയുടെ ചോദ്യങ്ങൾ. അവളാര്? ക്രൈംബ്രാഞ്ച് ഓഫീസറോ? എന്നാലും നമ്മുടെ ഭാഗത്തൊരു തെറ്റില്ലേ? ചുമരുകൾക്ക് പോലും ചെവിയുള്ള കാലമാണ്. നമ്മുടെ ഭാഗത്തുനിന്നും ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. നമുക്ക് ആ സംഭവവുമായി ഒരു ബന്ധമായിട്ടുണ്ടായിട്ടില്ല താൻ. നീ ധൈര്യമായിട്ടിരിക്കെ, ഒരു പേടിയും വേണ്ട. ഞാനല്ലേ നിന്റെ കൂടെ ഉള്ളത്. വിമലയാണ് എനിക്ക് ആകെയുള്ളൊരു ആശ്വാസം. ഞാൻ കട്ട സപ്പോർട്ടുമായിട്ട് കൂടെ ഉണ്ടെന്ന് കൂട്ടിക്കോ. ഈ ഒരു വാക്ക് മതി എനിക്ക്. എന്ന് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. വാക്കേ ഉള്ളടി മോളെ. സമയാവുമ്പോ നീ ഒറ്റയ്ക്കേ കാണൂ. മണ്ടി. ഹലോ, ഇങ്ങോട്ട് വിളിയൊന്നും ഇല്ലല്ലോ. ആ ആവശ്യമുണ്ടെങ്കിൽ മാഡം വിളിക്കുമെന്നറിയാം. എന്നാ ആവശ്യമുണ്ട്. പുതിയ വർക്കാണോ? അല്ല, പഴയ വർക്കിന്റെ ബാക്കിയാ. നിഖിലിനെ നിങ്ങൾ പിന്നെ വിളിക്കാറില്ലേ? പണം ചോദിച്ചില്ലേ? 5 ലക്ഷം വാക്കില് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ പിടി തരുന്നില്ല. പിടി തരുന്നില്ലെന്നോ? ഛേ, നിങ്ങൾ എന്തൊരു ഗുണ്ടയാടോ. പ്രതി ചോദ്യം ചെയ്യലിന് സഹകരിക്കുന്നില്ലെന്ന് ചില പോലീസുകാർ പറയുന്ന പോലുണ്ട്. എടോ, പിടി തരുന്നില്ലെങ്കിൽ പിടികൂടണം. പിടിച്ചു നിർത്തി പറഞ്ഞ തുക വാങ്ങിക്കണം. തരുന്നില്ലെങ്കിൽ പിടിച്ചു പറിക്കണം. അതിന് കഴിയുന്നില്ലെങ്കിലേ ഈ പണി നിർത്തി മറ്റെന്തെങ്കിലും പണി ചെയ്യും. ഒരു കൊട്ടേഷൻ ടിപ്പ് വച്ചിട്ട് പോടോ. അത് ശരി, വെട്ടിച്ച് കടക്കാനുള്ള ഭാവാണല്ലേ? സാറ് കൊള്ളാവല്ലോ. നിങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ മനസ്സിലായി. നിങ്ങൾ എന്നെ അനാവശ്യമായി ശല്യപ്പെടുത്തുന്നത് എന്തിനാ? ശല്യപ്പെടുത്താനേ വരുന്നില്ല. നമ്മുടെ ഇടപാടങ്ങ് തീർത്താ മതി. പിന്നെ
ഈ പ്രിൻസിനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. നമ്മൾ തമ്മിൽ എന്ത് ഇടപാടാ ഉള്ളത്? ഞാൻ നിങ്ങളോട് ക്യാഷ് കടം വാങ്ങിച്ചിട്ടുണ്ടോ?